ആമസോൺ കാടുകളിലൂടെയുള്ള 60 മണിക്കൂർ നീണ്ട ബോട്ട് യാത്ര തുടരുകയാണ്. ഒന്നാം ദിനം കഴിഞ്ഞു, രണ്ടാം ദിനം കഴിഞ്ഞു, ഇന്നത്തേത് മൂന്നാമത്തെ ദിനമാണ്. പലയിടങ്ങളിലും നിർത്തി പല സാധനങ്ങളും വണ്ടിയിൽ കയറ്റി ബോട്ട് യാത്ര തുടങ്ങുകയാണ്. പലയിടങ്ങളിൽ പല ആളുകൾ ഇറങ്ങുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്ന് പല ആളുകൾ കയറുന്നുമുണ്ട്. ഈ കാണുന്ന 60 മണിക്കൂർ നീണ്ട യാത്രയിൽ ഞാൻ കാണുന്നതെല്ലാം ആമസോൺ കാഴ്ചകളാണ്. വീഡിയോ തുടങ്ങാം. ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ ദിവസം, നമ്മുടെ രണ്ടാം ദിവസം. ഞാൻ രാവിലെ എണീറ്റു. ഇവിടെ ഫുള്ള് മഴയാണ്. രാവിലെ 6 ഇവിടെ രാവിലെ നമ്മുടെ ബോട്ട് ഏതൊക്കെ വീട്ടിൻ്റെ അടുത്ത് വന്ന് നിർത്തി. അവിടെ അവർ തല കോതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. രാവിലെ ഫുള്ള് മഴ കേട്ടോ. ഇന്ന് ആമസോണിലൂടെ പോകുമ്പോൾ ഫുള്ള് മഴയാണ് എല്ലായിടത്തും. ഇവിടെ നമ്മുടെ പുള്ളിക്കാരൻ പല്ല് തേക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ശുചിമുറിയും പല്ല് തേക്കുന്ന എല്ലായിടം. ഇവിടെ രാവിലെ തന്നെ ഇവർ സൂപ്പും ബണ്ണും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. ബുനോസ് ദിയാസ്. ഇവിടെ ബണ്ണ്, ഇനി ചായ വരും. എനിക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് പുള്ളിക്കാരി 1.5 ബണ്ണാണ് കേട്ടോ എനിക്ക് വേണ്ടി സ്പെഷ്യൽ. ഇവിടെ രാവിലെ ഞാൻ കപ്പിത്താൻ്റെ ബോനസ് ദിയാസ് കപ്പിത്താൻ ഇവിടെ വന്നിട്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായയല്ല, ഇവിടെ ഒരു ഓട്സ് പോലത്തെ കഞ്ഞിയാണ് ഇതാ കാണുന്ന സ്ഥലത്ത്. ഹലോ ബോനസ് ദിയാസ്. നമ്മളേതൊക്കെ വില്ലേജ് എത്തി, അതുകൊണ്ടാണ് ഫുള്ള് വാഴക്കൃഷിയും എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള വലിയ പുഴയിൽ നിന്ന് ചെറിയ ഇതുപോലുള്ള കൈവരികളുണ്ട് കേട്ടോ. ഈ കൈവരികളിലൂടെ ഇങ്ങനെ നമ്മൾ തോണി ഓട്ടിച്ചോട്ടിച്ച് പോയാൽ ഓരോ ചെറിയ വീടുകളിലും വില്ലയിലൊക്കെ എത്തും. ഈ കാണുന്ന സ്ഥലത്തൊരു വീടുണ്ട്. അവിടെ ആയിട്ട് മറ്റൊരു വീട്. എല്ലാം തടി കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഇവിടെ. ഇവിടെ നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ആളുകൾ കയറുന്നുണ്ട്. ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു ചേച്ചി കയറുന്നുണ്ട്. ഇവിടെ പശു അപ്പിയിട്ട് കൊളാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ മുടി വളർത്തിയിട്ടേക്കുന്ന ചേട്ടൻ കേട്ടോ, ഇതൊക്കെ ഇസ്രായേലീസ് അതിൻ്റെ പരമ്പരയിൽ പെട്ടതാണ്. അങ്ങനത്തെ ഉള്ള ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തലമറച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പഴമാണ് കേട്ടോ. പഴം, ഓറഞ്ച്, കൂടുതലും പഴമാണ്. പഴവും കൊല. പിന്നെ ഈ കാണുന്നത് വേറെ എന്തൊരു സാധനമാണ് കേട്ടോ. ഇവിടെ വെള്ളം ഇരിക്കുകയോ. നമ്മൾ അടുത്ത ഒരു വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി കേട്ടോ. ഇതൊക്കെയാണ് ഇവരുടെ വീട്. നല്ല രസമുണ്ട് കേട്ടോ. കുഞ്ഞ് സിമ്പിൾ ലൈഫാണ് കേട്ടോ ഇവർ. ഈ കാണുന്ന താടിയും വളർത്തി മുടിയും വളർത്തി ആയതുകൊണ്ട് ഇത് മറ്റേ ഇസ്രായേൽ അതിൻ്റെ ആൾക്കാരാണ്. രാവിലെ തന്നെ ഓരോ ആളുകൾ മുടിയൊക്കെ കൊതി ശിവുവാണ്. ഇവിടെ ഒരാൾ കണ്ടില്ലേ, ഫോൺ ബുക്ക് ചെയ്യുന്ന നമ്പർ എടുക്കുവാണ്. ഇവിടെ നമ്മുടെ ചേച്ചി വൃത്തിയാണ്. ഈ ചേച്ചിയെ കണ്ടവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാനും അതുപോലെ എൻ്റെ മുടിയൊന്ന് നേരെയാക്കുവാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ നെക്സ്റ്റ് പോർട്ട് ഷിച്ചിത്ത. അവിടെ ഓറഞ്ചാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഓറഞ്ചാണ് അടുക്കി വെച്ചിരിക്കുന്നത്. മഴയത്ത് സാധനങ്ങൾ വിൽക്കാനായിട്ട് നമ്മുടെ ആൻറ്റിമാർ എന്തൊക്കെ കൊണ്ടുവന്ന് കയറുന്നുണ്ട്.
ഈ കാണുന്നത് നമ്മുടെ ഓറഞ്ച് അല്ല കേട്ടോ, വേറെ എന്തോ സാധനമാണ്. ഇവർ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓറഞ്ചും മാൻഡറിനൊന്നും അല്ല ആ സാധനം. സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് കയറ്റുവാണ്. ഇനി ഈ പന്നിയെ കയറ്റണം. ഒന്ന് അവിടെ വേറൊരു 2 പന്നി. ഇവിടെ ഒരു ഭാഗത്ത് പശു, ഇവിടെ ഒരു ഭാഗത്ത് പന്നി. നമ്മുടെ വണ്ടി നിറഞ്ഞു കേട്ടോ. പന്നിയുടെ വെയിറ്റ് എല്ലാം എടുക്കുവാണ് കേട്ടോ. മണിക്കൂറായിട്ടും നമ്മുടെ പരിപാടി തീർന്നില്ല കേട്ടോ. എത്ര നേരമായെന്ന് കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഒരു പുതിയ അമിഗോനെ പരിചയപ്പെട്ടു. അമിഗോ, ¿cómo estás? ¿Tu nombre? Igmal. ¿Tu religión? ഇസ്രായേലീത്ത എന്നാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ നെറ്റ് ചോദിക്കാതെ പുള്ളിക്കാരൻ്റെ അടുത്ത് എല്ലാം ചോദിച്ച് മനസ്സിലായി. ഇവരുടെ മതം ഇസ്ലാമുമായിട്ടും നമ്മുടെ ജൂ മതമായിട്ടും ജൂയിഷുകാരുമായിട്ടും വളരെ സാമ്യമുള്ള മതമാണ്. നമ്മുടെ തോറയൊക്കെയാണ് ഇവരുടെ ഫോളോ ചെയ്യുന്ന ബുക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവർ നമ്മുടെ മോസസിൻ്റെ എന്താ പറയുക പിൻഗാമികളാണ്. ഇവർ കണ്ടില്ലേ, മുടിയാണെങ്കിൽ മുടിയും താടിയും രോമവും ഒന്നും വഴിക്കൂല കേട്ടോ. പുള്ളിക്കാരൻ്റെ മുടി കണ്ടില്ലേ, എലിയുടെ വാല് പോലെ. പുള്ളിക്കാരൻ്റെ മുടി നമ്മുടെ ജൂയിഷ് ആൾക്കാരെ പോലെ തന്നെ അവരിതൊന്നും കട്ട് ചെയ്യൂല കേട്ടോ. അവരുടെ കൃതാവ് കട്ട് ചെയ്യൂല. പിന്നെ സ്ത്രീകൾ മുടി മറയ്ക്കും. എന്താണ്ട് ഈ കാണുന്ന സ്ത്രീ കണ്ടില്ലേ, അവർ ഫുള്ള് മുടി മറച്ച്. പിന്നെ ചില ആളുകൾ സ്കട്ടാണ്, കൂടുതൽ ആൾക്കാരും സ്കട്ടാണ്. ബട്ട് റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ കാലും മറയ്ക്കും. അങ്ങനെ കറക്റ്റ് ഒരു വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളാണ്. മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വിടുവാണ് ഫൈനലി. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നിർത്താൻ വേണ്ടി പോകുന്നു. നമ്മൾ പെബാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ അമിഗോ. അഡിയോസ്. ഓക്കെ, അഡിയോസ്. പുള്ളിക്കാരൻ നല്ല പാവമായിരുന്നു കേട്ടോ. എൻ്റെ കമ്പനിക്കാരനായിരുന്നു. ഇതാണ് ചെറിയൊരു വില്ലേജ്. ബോട്ടോടിച്ച് പോകുന്ന നോക്കി. ഈ കാണുന്നത് ഇവിടുത്തെ പെട്രോൾ പമ്പാണ്. ഈ കാണുന്നതും വേറൊരു പെട്രോൾ പമ്പാണ് കേട്ടോ. ഇവിടുത്തെ വേറൊരു പെട്രോൾ പമ്പ്. ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് അവരൊക്കെ നിൽപ്പുണ്ട്. ഇവർ കണ്ടില്ലേ, ലോങ് സ്കർട്ടാണ് ആക്ച്വലി ഇടേണ്ടത്. ചില ആളുകൾ റിലീജിയസ് അത്ര അല്ലാത്ത ആളുകൾ ഷോർട്ടായിട്ടുള്ള സ്കർട്ടുകൾ ഇടും. അല്ലെങ്കിൽ ഇവർ ഫുള്ളായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം കേട്ടോ. അതാണ് ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഫോർട്ടാ കാണുന്നതാണ്. അവിടെ കുറേ ആളുകൾ കയറാനായിട്ട് നിൽപ്പുണ്ട്. ഹാമോക്കൊക്കെ കയ്യിൽ കൊണ്ടുവരുന്നുണ്ടോ. അവിടെ ഓരോ ആളുകളായിട്ട് വരുവാണ് കേട്ടോ. ചോ, ഗ്രാസിയസ്, നോസ് ഫേമസ്. നല്ലൊരു വ്യക്തിയായിട്ടാ പുള്ളിക്കാരൻ. എനിക്ക് വേണ്ടി എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ ഞാൻ ഓൺലൈനിൽ നോക്കി, എനിക്ക് നെറ്റൊന്നുമില്ല 2-3 ദിവസമായിട്ട്. അതുകൊണ്ട് ഇവരെല്ലാം ഹാമോക്കും കയ്യിൽ കൊണ്ടാണ് കേട്ടോ വരുന്നത്.
ഇവിടെ ഈ കൊച്ചു പയ്യന്മാരാണ് വഞ്ചി ഓട്ടിക്കുന്നത്, കൊണ്ടുപോകുന്നത്. ഇത് കച്ചവടക്കാരാണ്, വഞ്ചിയും കൊണ്ടുപോകുന്നതാണ് അവർ സാധനങ്ങൾ വിൽക്കാനായിട്ട്. എനിക്ക് 30 മിനിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, ഈ കാണുന്ന വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഞാൻ എന്തായാലും വില്ലേജ് കാല് കുത്തിയിട്ട് വരാം. ഈ കാണുന്നതെല്ലാം വെള്ളത്തിലുള്ള കടകളാണ്. ഞാൻ നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, ഇവരുടെ പോർട്ട് കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലോ പട്ടി. ഈ കാണുന്ന ബോട്ടിൻ്റെ എന്തോ സമയമാണ് കേട്ടോ. ഇതാണ് പേബാസ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു കുഞ്ഞു സ്ഥലം കേട്ടോ. അവിടെ നമുക്ക് ബിയൻവെനീദോ പേബാസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം, അതായത് വെൽക്കം ടു പേബാസ്. പേബാസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മലയിൽ കുറേ വീടുകളും സംഭവങ്ങളും ഉണ്ട്. ഇതാണ് കേട്ടോ, ഇവിടെ കുറേ ഇതുപോലത്തെ ഉള്ള ടുക് വണ്ടികളാണ് പലയിടത്തോട്ടൊക്കെ പോകാനായിട്ട്. ഇവിടെ കുറേ ഇൻഡിജീനിയസ് ആൾക്കാരുടെ ചിത്രങ്ങൾ, മാതാവിൻ്റെ ചിത്രങ്ങൾ, അതൊക്കെയാണ് കേട്ടോ. ഇവിടെ നോട്ടോ നമ്മുടെ മത്സ്യം, മീൻ, മുട്ട, ഇതൊക്കെയാണ് ഇവിടെ വിൽക്കാൻ. ഇത് ചിക്കനാണ്. ഇവിടെ നമ്മുടെ ചോളം. പിന്നെ കച്ചവടം കുറവ് കേട്ടോ ഇന്നെന്തോ. ഇവിടെ അധികം വലിയ മാർക്കറ്റില്ല. ഈ കാണുന്നതാണ് മർക്കാദോ മുനിസിപ്പൽ മാർക്കറ്റ്. ഈ സാധനം നമ്മുടെ നാട്ടിലെ കരിക്ക് പോലെ തോന്നുന്നു. ഇതെന്താണെന്നോ കേട്ടോ, അവർ മുറിച്ച് കൊടുക്കുവാണ്. ബട്ട് ഇതെന്ത് സാധനമൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് കേട്ടോ അവിടെ ആൾക്കാർ കഴിക്കുന്നത്. ആ സാധനമാണ്. മാങ്ങയെ പോലെ ഉണ്ട് കേട്ടോ, അകത്ത് ചുമന്ന. ഇതെന്താണെന്ന് അറിയുന്നുള്ളവർ കമൻ്റ് ഇടുക. ഇവിടുത്തെ മാർക്കറ്റൊക്കെ വരണ്ടുടങ്ങിയ മാർക്കറ്റ് കേട്ടോ, ഒരു കച്ചവടം ഇല്ല, ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇവിടെ നമ്മുടെ ന്യൂഡിൽസ്, ചിക്കന്, ഇത് മഹാസ് പോയോ സർദോ മഹാസ് എന്താ മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ റൈസും പോയോ, ചിക്കനും റൈസും. ഈ കാണുന്ന മീന് സംഭവങ്ങളൊക്കെയാണ്. ഗ്രാസിയാസ്. ഇതെന്താ സാധനം? ഞാനിവിടെ ഒരു ഇത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. മീനും ചോറും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ആൾക്കാർ കൊണ്ടുവരുന്നത്. ബോറടിക്കണോണ്ട് അവസാനം ഞാൻ ഹാമോക്കിൽ വന്നു. ഞാൻ ഹാമോക്ക് മാറ്റി കേട്ടോ, കാരണം എൻ്റെ അവിടെ ഉള്ള ആൾ പോയി. കാരണം പിന്നീട് ആളില്ലാതെ അവിടെ അടിച്ചിരുന്ന എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടോ. ഞാൻ സിനിമയൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആകെ 2-3 സിനിമകൾ നെറ്റ്ഫ്ലിക്സിൽ ഡൗൺലോഡ് ചെയ്തിട്ടു, അത് മാത്രമാണ് കയ്യിലുള്ളത്. അടുത്ത നേരത്തിൻ്റെ ഭക്ഷണം വന്നു. ഞാൻ ഇത്രയും നേരം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറ്, ബീൻസ്, ഇവിടെ പ്ലാറ്റനോ, എല്ലാവരുടെ അടുത്തും പോയി പടാവറയാണ് കേട്ടോ. അവൻ്റെ ബന്ധുക്കാരാണ് കേട്ടോ. അവൻ ഈ ബോട്ടിൽ കയറി വന്നപ്പോൾ ഒരു ജനത ഫുള്ള്, ആ ഗ്രാമത്തിൽ കുറച്ച് ആകെ 5-6 വീടുകളേ ഉള്ളൂ. ആ 5-6 വീട്ടിലുള്ള ആളുകളെല്ലാം വന്നിരുന്ന് ടാറ്റ കാണിച്ച് ഹായ് പറഞ്ഞാണ് അവനെ കയറ്റി വിട്ടത്. ഇതെന്ത് സാധനം എന്തോ കേട്ടോ, ഇത് ഇവർ വാങ്ങിച്ചതാണ്. വിശക്ക പോലുള്ള ഒരു സാധനം കേട്ടോ. ഇവരെവിടെ നിർത്തിയപ്പോൾ ആളുകൾ കൊണ്ടുവന്ന് വാങ്ങുന്നുണ്ട്. ഇവിടെ ചെറുക്കന്മാർ തമാലസ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുവാണ് കേട്ടോ. പുള്ളിക്കാരെ എനിക്കൊന്ന് തന്നട്ടോ. എക്കേ ഹിന്ദി
ഓ, ഇതിന്റെ അകത്തുള്ള ഒരു കുരു ഉണ്ട് കേട്ടോ, അതാണ് ഇവര് കഴിക്കുന്നത്. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള കുരു കഴിക്കണം. ഇവിടെ നിന്ന് നമ്മുടെ പുളിങ്കുരു പോലെ എന്തോ അകത്ത് സാധനം ഉണ്ട് കേട്ടോ. ഈ സാധനമാണ് ഇവർ കഴിക്കുന്നത് ഇവിടെ കിടന്ന്. ഈ സാധനമാണ് കേട്ടോ. ഈ പന്നീരകത്ത് ഇതുപോലുള്ള ഒരു പച്ച ബീൻസ് പോലത്തെ സാധനം വരും, അതാണ് ഇവർ കഴിക്കുന്നത്. അവിടെ നമ്മുടെ ചേട്ടൻ കഴിക്കുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ റംബൂട്ടാനെ പോലത്തെ കേട്ടോ. കുരുണ്ട്, കുരുവിൻ്റെ പുറത്തുള്ള ഇതിനെ സ്പോഞ്ച് പോലുള്ള സാധനം കഴിക്കണം. കറക്റ്റ് റംബൂട്ടാൻ പോലെ. ഈ കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ഥലത്തു നിന്നാണ് കേട്ടോ ഇവർ കൊണ്ടുവന്നത്. ബിയൻവെനീദോസ് കമ്മ്യൂണിറ്റി അപ്പായുക്കു. നമ്മുടെ ബോട്ട് വീണ്ടും യാത്ര ആരംഭിച്ചിട്ട് കൊള്ളാം കേട്ടോ. ഇവിടെ നമ്മുടെ ബോട്ടിൽ കയറിയ ഒരു ഫാമിലിക്ക് കുരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ. കുരങ്ങനെയൊക്കെ ഇട്ടേക്കുവാണ്. നോക്കിയേ, അയ്യോ എന്ത് ക്യൂട്ട് കേട്ടോ, പാവം കേട്ടോ. അതിന് ചെയിലിട്ടേക്കുവാണ് കേട്ടോ, പാവം. എന്ത് ക്യൂട്ടായിട്ടാ കിടക്കുന്നേ നോക്കിക്കേ. എന്ത് ക്യൂട്ട് കേട്ടോ, പാവം. പുള്ളി പറയാണ് ഭയങ്കര ചൂടല്ല കേട്ടോ. പുള്ളിക്കാരന് ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന് കറക്കിക്കൊണ്ടിരുന്നാൽ മതിയില്ല, വേറെ പണിയൊന്നുമില്ല. ¿Tú gusta este trabajo? Sí. Sí, okay. Mucho no dificulta. No mucho dificultad. പാടില്ലല്ലോ, വെറുതെ കറക്കിയാൽ മതിയല്ലോ. പക്ഷെ ഇങ്ങനെ വെറുതെ ഇരിക്കണം കേട്ടോ. ഈ കാട്ടിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകണം. നമ്മൾ തോന്നുമ്പോൾ ഇങ്ങനെ കാടെന്ന് തോന്നുമെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ്. ഒക്കത്തോട്ട് അനാക്കൊണ്ടയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ആമസോണിന്റെ 10-40% മാത്രമേ ആളുകൾ ഇതുവരെയായിട്ടും ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 60% സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. Es peligroso Amazon? Peligroso. ¿Dónde? ¿Por qué peligroso? Solo cuando hace olas. O sea, cuando viene la tormenta se hace olas bien grandes, fuertes. നമ്മൾ വിചാരിക്കുന്നതല്ല കേട്ടോ, ഡേഞ്ചറാണ്. അവിടെ കണ്ട ഒരു കുഞ്ഞു ബോട്ട് പോകുന്നുണ്ടോ. കഴിഞ്ഞ് നമ്മുടെ വൈകുന്നേരത്തെ അടുത്ത സൂപ്പ് സാധനവും വന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ നേരം ഭക്ഷണമാണ് കേട്ടോ. ഫുൾ നേരമല്ല, രാവിലേക്ക് ഒരു ചോറും ഒരു മറ്റേ ഇതും ബണ്ണും, പിന്നെ ഉച്ചയ്ക്ക് ചെറിയ ചോറോ എന്തെങ്കിലും, പിന്നെ വൈകിട്ടത്തുള്ള സൂപ്പാണ്. രാത്രി ഭക്ഷണമല്ല, ഇത് വൈകിട്ടത്തുള്ളതാണ് കേട്ടോ. രാത്രിക്കൊക്കെ വേണ്ടിയുള്ള ഭക്ഷണമാണ്. ഇവിടെ സമയം പോകാനായിട്ട് വേറെ വഴിയൊന്നുമില്ല കേട്ടോ. ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 5:30 മണിയായി കേട്ടോ. ഈവനിങ് 5:30 മണിയായി. നാളെ വെളുപ്പകാലത്ത് നമ്മുടെ ഇക്കിത്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തും. ഇവിടെ നമ്മുടെ ഒരു കമ്പനിക്കാരനുണ്ട്, ഒരു പയ്യൻ. അവൻ്റെ കൂടെ ഇരുന്ന് ആമസോൺ നദിയുടെ അടുത്ത് നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുക കന്നി. കഴിച്ചു. ഒന്ന് വായ്ത്താളം അടിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ചേട്ടനെടുത്ത് വന്നാണ്. എപ്പോഴും നമ്മുടെ ബോട്ട് അടുത്തൂടെ ഇങ്ങനെ പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോവുള്ളൂ, നടുക്കൂടെ പോവില്ല. ഇത്രയും വലിയ വലിപ്പമുള്ള വിശാലമായിട്ടുള്ള ആമസോൺ നദിയാണ്. ബട്ട് നമ്മൾ എപ്പോഴും ഏതെങ്കിലും കര പിടിച്ചേ പോവുള്ളൂ. അതിന്റെ പ്രധാന കാരണം എന്തോ ഡേഞ്ചർ എന്നാണ് ഇവർ പറയുന്നത്. എന്ത് ഡേഞ്ചർ? ചിലപ്പം വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കും കേട്ടോ. അപ്പം ആളുകളെല്ലാവരും പോകൂലേ. ഇതാകുമ്പം വെള്ളത്തിൽ മുങ്ങിയാലും എനിക്ക് തോന്നുന്നു സൈഡിൽ കൂടെ ആൾക്കാർ വന്ന് ചാടി രക്ഷപ്പെടും. നമ്മുടെ സൺസെറ്റ് നമ്മുടെ ഹോൺ അടിച്ചു കേട്ടോ. ഹോണിൻ്റെ സൗണ്ട് ആക്കിക്കേ, ഭയങ്കര സൗണ്ടാണ് ഹോണിൻ്റെ ശബ്ദം. നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞ് നമ്മൾ ഒറാൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഒരു വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ സൗണ്ട് നോക്കിക്കേ, ഇതിൻ്റെ ചീവീടിൻ്റെ സൗണ്ടാണ് കേട്ടോ ഈ കേൾക്കുന്നത്. ഹോണിൻ്റെ ശബ്ദം. അവിടെ അവരൊന്ന് കുളിക്കുവാണ് കേട്ടോ.
കുളിക്കുന്നു, തുണി കഴുകുന്നു. ഇവിടെ നമ്മുടെ ഫുട്ബോൾ കളിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ. നമ്മൾ ഇടിച്ച് നിർത്താൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മുടെ കച്ചവടക്കാരൊക്കെ ഓടി വരുവാണ് കേട്ടോ നമ്മുടെ ബോട്ടിലോട്ട്. നമ്മുടെ ബോട്ട് അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. 5 മിനിറ്റ് വന്നു. 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ കടയിലോട്ട് വന്നതാണ്. നമ്മളെ ചോറ് പയറങ്കഞ്ഞിയും കുടിച്ചിട്ടൊന്നും ആയില്ല. എന്തെങ്കിലും കഴിക്കണം കേട്ടോ, ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട്. ഞാൻ പോയി ഒരു കേക്കും ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു. വേറെ ഒന്നും അവിടെ ഇല്ല കേട്ടോ. കേക്ക് തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കപ്പിത്താൻ കേട്ടോ. പുള്ളിക്കാരൻ കാരണം എൻ്റെ ക്യാമറ പോയത്. ചിരിക്കണമല്ലേ.